ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനുള്ളത് മോഹന ഓർക്കിഡ്സിലാണ്. അവിടുത്തെ കുറച്ച് ബാസ്ക്കറ്റ് വേണ്ട കളക്ഷൻസ് കാണിച്ചു തരാനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ വേണ്ട ഓർക്കിഡുകൾ ഒരു മൊണോപോളിയൻ ഓർക്കിഡുകളാണ്. ഒരു സ്റ്റെമ്മിൽ നിന്ന് തന്നെ ലെയറുകളായിട്ട് വലുതായിട്ട് മുകളിലേക്ക് പോവുകയാണ് ചെയ്യുക. ഇതിന് ബ്രാഞ്ചസുകളൊന്നും ഉണ്ടാവില്ല. ഇത് തന്നെയാണ് മറ്റ് ഓർക്കിഡുകളെ അപേക്ഷിച്ച് വേണ്ട ഓർക്കിഡുകൾക്കുള്ള വ്യത്യാസവും. അതുപോലെ ഈ ഓർക്കിഡുകൾ വളർത്താനായിട്ട് അധികം സ്ഥലമൊന്നും ആവശ്യമില്ല. ഇവ നമുക്ക് ഹാങ് ചെയ്തിട്ടും വളർത്താവുന്നതാണ്. വേണ്ട ഓർക്കിഡ്സിൻ്റെ 70ഓളം സ്പീഷീസ് ഇപ്പം ലഭ്യമാണ്. അതുപോലെ തന്നെ ഹൈബ്രിഡ് ഇനങ്ങളും നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് വളർത്താനായിട്ട് നമുക്കൊരു മീഡിയത്തിൻ്റെ ആവശ്യമില്ല. ഹാങ് ചെയ്തിട്ടിട്ട് ഇതിൻ്റെ വേരുകളൊക്കെ അടിയിലേക്ക് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന രീതിയിലാണ് നമ്മൾ വേണ്ട ഓർക്കിഡ് സാധാരണയായിട്ട് വളർത്തുന്നത്. ഇത് പോട്ട് ചെയ്യാനും വളരെ എളുപ്പമാണ്. നമ്മൾ ഒരു ഹാങ്ങിങ് കമ്പിയിൽ ഒരു പോട്ട് വെച്ചിട്ട് അതിലേക്ക് ജസ്റ്റ് ഇറക്കി വെച്ച് ഹാങ് ചെയ്തിട്ട് മാത്രമേ വേണ്ടുള്ളൂ. വേറെ ഒരു പോട്ടിങ് മിശ്രിതത്തിൻ്റെയും ആവശ്യം ഇതിന് വരുന്നില്ല. ഈ വേണ്ട ഓർക്കിഡുകൾ വർഷത്തിൽ 3 തവണയെങ്കിലും പൂക്കൾ തരും. അതുപോലെ തന്നെ ഈ ഉണ്ടാവുന്ന പൂക്കൾ 4-5 മാസം വരെ ലാസ്റ്റ് ചെയ്യുന്ന ഒരു പൂക്കളുമാണ്. അതുപോലെ ഇതിൻ്റെ ഓരോ സ്പൈക്കിൽ നിന്നും ഒരു തവണ മാത്രമേ പൂക്കൾ ഉണ്ടാവുള്ളൂ. അതുപോലെ ഇതിൻ്റെ ലീവ്സ് 2 സൈഡിലേക്കായിട്ടാണ് വളരുന്നത്. ചില്ലകളോ മറ്റോ ഒന്നുമില്ല. സ്ട്രെയിറ്റ് ആയിട്ടാണ് നമ്മുടെ വാൻഡ പ്ലാന്റ്സ് വളർന്നു പോവുക. നമ്മുടെ വാൻഡ ഓർക്കിഡ്സുകളിൽ വർഷത്തിൽ ഒരു 4-5 ലീവ്സ് മാത്രമേ ഇതിലുണ്ടാവുള്ളൂ. അപ്പം നമുക്ക് ലീവ്സിൻ്റെ എണ്ണം നോക്കിയാൽ തന്നെ നമ്മുടെ ഈ ചെടി എത്ര വർഷത്തോളം പഴക്കമുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇതിൻ്റെ റൂട്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വേണ്ട ഓർക്കിഡുകൾക്ക് ഏരിയൽ റൂട്ട്സ് ആണ് ഉള്ളത്. ഓരോ ലീവ്സിൻ്റെയും ഇടയിൽ നിന്നാണ് റൂട്ട്സുകൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാനും വളരെ സിമ്പിളാണ്. ഈ റൂട്ട്സിൻ്റെ തൊട്ട് താഴെ വെച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് വേറൊരു പ്ലാന്റാക്കി മാറ്റുകയും ചെയ്യാം. നല്ല തിക്കായിട്ടാണ് വേണ്ട ഓർക്കിഡുകൾക്ക് റൂട്ടുകൾ ഉണ്ടാവുക. ഇതിൻ്റെ റൂട്ട്സിലൂടെയാണ് നമ്മൾ ചെടിക്ക് ആവശ്യമായിട്ടുള്ള വളവും വെള്ളവും എല്ലാം കൊടുക്കുന്നത്. ഇത്തരം ഓർക്കിഡുകളുടെ റൂട്ട്സ് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും നമുക്ക് ചെടി എത്രമാത്രം ഹെൽത്തി ആയിട്ടാണ് വളരുന്നത് എന്നുള്ളത്. ഹെൽത്തി അല്ലാത്ത ചെടികളിൽ റൂട്ട്സുകളൊന്നും ഹെൽത്തി ആയിരിക്കില്ല. അതുപോലെ തന്നെ നല്ല വലിപ്പമുള്ള നല്ല ഭംഗിയുള്ള പൂക്കളാണ് വേണ്ട ഓർക്കിഡുകൾക്കുള്ളത്. ഇതിൽ ഹൈബ്രിഡ് വെറൈറ്റികളും വേറെ ഉണ്ട്. വേണ്ട ഓർക്കിഡുകൾ അധികം ചൂട് താങ്ങില്ല. 28 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇത്തരം ഓർക്കിഡുകൾ താങ്ങുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രീൻ നെറ്റിൻ്റെ താഴെയിട്ട് വളർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നല്ല വായുസഞ്ചാരമുള്ള സ്ഥലത്തായിരിക്കണം നമ്മളിത് നടുന്നത്. നമ്മൾ ഈ കാണിക്കുന്നിടത്ത് വേണ്ട ഓർക്കിഡുകൾ മാത്രമല്ല കേട്ടോ, അവിടെ എല്ലാ തരം ഓർക്കിഡുകളും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ നഴ്സറി പരിചയപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കായിട്ട് ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവർ അതൊന്ന് കയറി കാണാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഓർക്കിഡുകൾക്ക് NPK വളങ്ങൾ ആഴ്ചയിൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുന്നത് ഫ്ലവറിങ് ഉണ്ടാവാനായിട്ട് വളരെ നല്ലതാണ്. പിന്നെ വരുന്ന പ്രധാന രോഗങ്ങൾ എന്ന് പറയുമ്പോൾ തണ്ട് ചീഞ്ഞു പോവുക, അതുപോലെ കൂമ്പ് ചീഞ്ഞു പോവുക, ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ് സാധാരണയായിട്ട് വേണ്ട ഓർക്കിഡുകൾക്ക് കണ്ടുവരുന്നത്. അപ്പോൾ നമ്മളിതിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അതിൻ്റെ കൂമ്പിലും അതുപോലെ തന്നെ ലീവ്സിലും ഒന്നും വെള്ളം തങ്ങി നിൽക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇതിൽ ഫംഗസ് രോഗങ്ങളൊക്കെ വന്നിട്ട് നമ്മുടെ ചെടി ചീഞ്ഞു പോകുന്നത്. ഹാങ് ചെയ്തിടുന്ന ചെടികൾക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരില്ല. കാരണം ഹാങ് ചെയ്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ വെള്ളം ഊർന്ന് പോകാനും അതുപോലെ തന്നെ നമ്മൾ വേരിലൂടെയാണ് ഇതിന് വെള്ളവും വളങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നിലത്ത് പോട്ട് ചെയ്യുന്ന ചെടികൾ വെക്കുമ്പോൾ വെള്ളം കറക്റ്റായിട്ട് പോകുന്നുണ്ടോയെന്നും കൂടി ശ്രദ്ധിക്കണം. പിന്നെ നല്ല നനവ് ആവശ്യമാണ്. രാവിലെ നനയ്ക്കുന്നതായിരിക്കും നല്ലത്. വേണ്ട ഓർക്കിഡ് നമ്മൾ ഹാങ് ചെയ്തിട്ട് ഇട്ടിട്ടാണ് വളർത്തുന്നതെങ്കിൽ ഇതിന് റീപോട്ടിങ്ങിൻ്റെ ആവശ്യമില്ല. കാരണം ഒരു മീഡിയത്തിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ ഇത് റീപോട്ട് ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ല. പിന്നെ ഇതിലുണ്ടാവുന്ന മഞ്ഞളിച്ചൊക്കെ നിൽക്കുന്ന വേരുകളുണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റായിട്ട് വെട്ടി മാറ്റുക. അപ്പോൾ അതിൽ കൂടെ പുതിയ വേരുകളൊക്കെ വന്ന് ചെടി നല്ല പുഷ്ടിയായിട്ട് വളരുകയും ചെയ്യും. ഇവിടെ ഒരുപാട് വേണ്ട കളക്ഷൻസ് ഉണ്ട്.
ചെറുതും വലുതും ആയിട്ട് ഫ്ലവർ ചെയ്തതും ഇല്ലാത്തതായിട്ടുള്ള ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. ഫ്ലവർ ചെയ്ത പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ വേഗം ഇങ്ങോട്ട് പോകുന്നുള്ളൂ, പെട്ടെന്ന് തീർന്നു പോകും. കാരണം വാൻഡ ഓർക്കിഡുകളിൽ പൂക്കൾ ഉണ്ടാവാൻ വളരെ ലേറ്റ് ആവും ചെറുതൊക്കെ മേടിച്ച് വയ്ക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും പൂക്കളുള്ള ചെടികളാണ് പെട്ടെന്ന് മേടിച്ചു കൊണ്ട് പോവുക. അപ്പോൾ ഇപ്പോൾ വന്നാൽ നിങ്ങൾക്ക് ഇവിടുന്ന് മേടിച്ചു കൊണ്ട് പോവാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം.